അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീമദ്ദേവീ ഭാഗവതമാഹാത്മ്യം പ്രഥമോധ്യായ. സൃഷ്ടൗ യാ സർഗരൂപാ ജഗദവനവിധോ പാലിനി യാ ച രൗദ്രീ. സംഹാരേ ചാപി യസ്യാ ജഗദിദമഖിലം ക്രീഡനം യാ പരാഖ്യാ. പശ്യന്തി മധ്യമാധോ തദനു ഭഗവതി വൈഖരീ വർണ്ണരൂപാ. സാസ്മദ്വാചം പ്രസന്ന വിധിഹരിഗിരിശാരാധിതോലങ്കരോതു. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. ഋഷയ ഊചു. സൂതജീവസമാബഹ്വിർയസ്ത്വം ശ്രാവയസീഹന. കഥാ മനോഹരാ പുണ്യ വ്യാസശിഷ്യ മഹാമതേ. സർവപാപഹരം പുണ്യം വിഷ്ണോശ്ചരിതമദ്ഭുതം. അവതാരകഥോപേതമസ്മാഭിർഭക്തിതശ്രുതം. ശിവസ്യ ചരിതം ദിവ്യം ഭസ്മരുദ്രാക്ഷയോസ്തഥാ. സേതിഹാസം ച മാഹാത്മ്യം ശ്രുതം തവ മുഖാംബുജാൽ. അധുനാ ശ്രോതുമിച്ഛാമ പാവനാൽ പാവനം പരം. ഭക്തിമുക്തിപ്രദം നൃണാമനായാസേന സർവശാ. തത്വം ബ്രൂഹി മഹാഭാഗ യേന സിദ്ധ്യന്തി മാനവാ. കലാവപി വരം ത്വത്തോ ന വിദ്മഃ സംശയച്ഛിദം. സൂത ഉവാച. സാധുപൃഷ്ടം മഹാഭാഗ ലോകാനാം ഹിതകാമ്യയാ. സർവശാസ്ത്രസ്യേൽസാരം
തദ്വോ വക്ഷ്യാമ്യശേഷത. താവൽ ഗർജന്തി തീർത്ഥാനി പുരാണാനി വൃതാനി ച യാവന്ന ശ്രൂയത്തെ സമ്യക് ദേവീ ഭാഗവതം നരൈ. താവൽ പാപാടവീ നൃണാം ക്ലേശദാദഭ്രകണ്ഡക യാവന്ന പരശുപ്രാപ്തോ ദേവീ ഭാഗവതാഭിധ. താവൽ ക്ലേശാവഹം നൃണാമുപസർഗമഹാതമ യാവന്നൈവോദയം പ്രാപ്തോ ദേവീ ഭാഗവതോഷ്ണഗു. ഋഷയ ഊചു സൂതസൂതമഹാഭാഗ വദനോ വദതാം വര കീദൃശം തൽപുരാണം ഹി വിധിസ്തശ്രവണേ ചക. കതിഭിർവാസരൈരേതശ്രോതവ്യം കിം ച പൂജനം കൈർമാനവൈ ശ്രുതം പൂർവം കാൻ കാൻ കാമാനവാപ്നുയു. സൂത ഉവാച വിഷ്ണോരംശോ മുനിർജാത സത്യവത്യാം പരാശരാൽ വിഭജ്യ വേദാംശ്ചതുര ശിഷ്യാനധ്യാപയൽ പുരാ. വ്രാത്യാനാം ദ്വിജബന്ധൂനാം വേദേഷ്വനധികാരിണാം സ്ത്രീണാം ദുർമേധസാം നൃണാം ധർമ്മജ്ഞാനം കഥം ഭവേൽ. വിചാര്യൈ തത്തു മനസാ ഭഗവാൻ ബാദരായണ പുരാണസംഹിതാം ദദ്ധ്യൗ തേഷാം ധർമ്മവിധിൽസയാ. അഷ്ടാദശ പുരാണാനി സകൃത്വാ ഭഗവാൻ മുനി മാമേവാധ്യാപയാമാസ ഭാരതാഖ്യാനമേവ ച. ദേവീ ഭാഗവതം തത്ര പുരാണം ഭോഗമോക്ഷദം സ്വയം തു ശ്രാവയാമാസ ജനമേജയ ഭൂപതിം. പൂർവം യസ്യ പിതാ രാജാ പരീക്ഷിത്തക്ഷകാഹിന സന്ദഷ്ടസ്തസ്യ സംശുദ്ധ്യൈ രാജ്ഞാ ഭാഗവതം ശ്രുതം. നവഭിർദിവസൈ ശ്രീമദ്വേദവ്യാസമുഖാംബുജാൽ ത്രൈലോക്യമാതരം ദേവീം പൂജയിത്വാ വിധാനത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ദേവീ ഭാഗവത ഭാഷാഗാനം. രചന മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി. ഇന്ന് ശ്രീമദ് ദേവീ ഭാഗവത മാഹാത്മ്യത്തിലെ പ്രഥമസ്കന്ധത്തിൽ 1 മുതൽ 20 വരെയുള്ള 20 ശ്ലോകങ്ങളുടെ തർജ്ജമ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. ജഗൽ സൃഷ്ടി ചെയ്തിടുമ്പോൾ ബ്രഹ്മാവായും പാലിക്കുമ്പോൾ ജഗദ്രക്ഷകയായി പിന്നെ സംഹാരിണിയായി പരയായി പശ്യന്തിയായി മധ്യമയായി വൈഖരിയായി ജഗത്തെല്ലാം കളിക്കോപ്പായി മാറ്റുന്നതാരോ ജനാർദ്ദന ഭവ ബ്രഹ്മ ദേവജനം വന്ദിക്കുന്ന ജഗത്മാതാവായ ദേവി രസന തന്നിൽ ജനങ്ങൾ തൻ വാക്കുകളെ അലങ്കരിച്ചിടുവാനായി ജഗദംബെ പ്രാർത്ഥിക്കുന്നു. രക്ഷിച്ചിടണേ നാരായണനെയും പിന്നെ നരോത്തമനർജുനനെ നാവിൽ വാക്കായി മിന്നിടുന്ന സരസ്വതിയെ 4 വേദം വിന്യസിച്ച വേദവ്യാസമാമുനിയെ നമസ്കരിച്ചിട്ടു ജയം ഉദ്ഘോഷിച്ചിടാം. അതീവ ബുദ്ധിമാനായ
വ്യാസശിഷ്യനായ സൂത അകക്കണ്ണിൽ മോദമേറ്റും പുരാണങ്ങളെ അനുപമ സുന്ദരമായി പറയുന്ന ഭവാനെന്നും ആയുസ്സോടെ ഇരിക്കുവാൻ പ്രാർത്ഥിപ്പു ഞങ്ങൾ. അഖില പാപങ്ങളെയും നശിപ്പിക്കും വിഷ്ണുവിൻ്റെ അത്ഭുതമേറും ചരിതം കേട്ടല്ലോ ഞങ്ങൾ. അവതാര കഥകൾ നിറഞ്ഞതാകും ചരിതത്തെ അത്യധിക ഭക്തിയോടെ കേട്ടല്ലോ ഞങ്ങൾ. ദിവ്യമായ ശിവനുടെ കഥകളുമതുപോലെ ദിവ്യമായ ഭസ്മത്തിൻ്റെ കഥയും കേട്ടു. ദിവ്യമായ രുദ്രാക്ഷത്തിൻ കഥയാകുമിതിഹാസം ദിവ്യമായ തവ വാക്കായി ഞങ്ങളും കേട്ടു. പരിശുദ്ധമായതിലോ പരിശുദ്ധമായതിനെ പരമഗുരോ ഞങ്ങളും കേൾക്കാൻ മോഹിപ്പൂ. അനായാസം മനുഷ്യർക്കു ഭക്തിമുക്തികളെ നൽകും അവയെല്ലാം അനുദിനം കേൾക്കാൻ മോഹിപ്പൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാമതേ കഠിനമാം കലിയുഗത്തിങ്കൽ പോലും മനുഷ്യർക്കു സിദ്ധിയേകും പുരാണകഥ മധുരമായി പറയണേ. സംശയങ്ങൾ തീർത്തിടുവാൻ മറ്റൊരാളെ ഞങ്ങൾക്കിഹ അറിഞ്ഞുകൂടാ. മുനിമാരെ ഭാഗ്യശാലികളാണല്ലോ നിങ്ങൾ. ലോകമംഗളത്തിനുതകുമി ചോദ്യം നന്നായി. മറുപടിയായി സർവശാസ്ത്രസാരമായതിനെ മടിയൊട്ടുമില്ലാതെ ഞാൻ പറഞ്ഞു തരാം. നരജനം ദേവിയുടെ കഥയാകും ഭാഗവതം നല്ല പോൽ കേൾക്കാതിരിക്കും കാലം വരെ താൻ. മറ്റുള്ള താം തീർത്ഥങ്ങളും വ്രതങ്ങളും പുരാണവും മഹത്വമേറിയതായി കരുതിടുന്നു. ദേവി ഭാഗവതമാകും മഴുകൈയിൽ കിട്ടും വരെ ദേഹികൾക്കു ജീവിതമാം പാപക്കാട്ടിലേ. കൂർത്തതാകും മുള്ളുകളോ ക്ലേശത്തെ നൽകിയിടും നൂനം. ഓർത്തിടുക ശൗനകാദി മാമുനിമാരേ. ദേവി ഭാഗവത സൂര്യൻ ഉദിക്കാതിരിക്കും കാലം ദേഹികൾക്കു ഒട്ടനേകം ക്ലേശമുണ്ടാകും. ദുർനിമിത്തങ്ങളാകുമാ കൂരിരുട്ടുമാഞ്ഞിടുവാൻ ദുർഗയുടെ അപദാനം പാടിടവേണം. മഹാഭാഗ്യവാനായുള്ള സൂതാഭവാൻ കഥകളെ മധുരമായി പറയുന്ന വക്താക്കളിലോ മഹിമയേറുന്നവൻ താൻ. ആ പുരാണമെപ്രകാരം മംഗളമായി കേൾക്കേണ്ടുന്നതു വിധി പ്രകാരം. മഹിമയേറുന്നവൻ ആ പുരാണമെപ്രകാരം മംഗളമായി കേൾക്കേണ്ടുന്ന വിധി പറയൂ.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എത്ര ദിവസം കൊണ്ടാണു ഈ കഥയെ കേൾക്കേണ്ടത്? ഏതെല്ലാം ദേവതകളെ പൂജിച്ചിടണം? ഏതക്കഥ മുമ്പാരെല്ലാം കേട്ടിട്ടുണ്ട്, അതുപോലെ ഏതെല്ലാം അഭിലാഷങ്ങൾ സാധിച്ചിട്ടുണ്ട്. പരാശര മഹർഷി തൻ ഭാര്യയായി സത്യവതി, പരമഭാഗ്യവതിയാം ദാശകന്യക, വിഷ്ണുവിൻ്റെ അംശമായി വ്യാസനുണ്ടായി പുത്രനായി, വേദം 4 വിഭജിച്ചു ശിഷ്യന്മാർക്കേകി. വിഷ്ണുവിൻ്റെ അംശമായി പുത്രനായി വ്യാസനുണ്ടായി, വേദം 4 വിഭജിച്ചു ശിഷ്യന്മാർക്കേകി. ഉപനയനാദി സംസ്കാരങ്ങളെ ലഭിച്ചിടാതെ ഉഴറുന്ന ബ്രാഹ്മണർക്കും വേദാധികാരം, ഉലകിൽ ലഭിക്കാത്തോർക്കും സ്ത്രീകൾക്കും ദുർബുദ്ധികൾക്കും ഉത്തമമാം ധർമ്മബോധം എങ്ങനെ കിട്ടും? ഇത്തരത്തിൽ മനസ്സിലോ നല്ല പോലെ ചിന്തിച്ചിട്ടു ഈ ലോകത്തിനായി കൊണ്ടു വ്യാസഭഗവാൻ ഇരുളകന്നിടുവാനായി പലവിധ പുരാണങ്ങൾ ഈ വിധത്തിൽ ലോകത്തിനായി സമർപ്പിച്ചല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പരമപവിത്രമാകും ഭഗവാന്റെ ലീലകളായി 18 പുരാണങ്ങൾ രചിച്ചു വ്യാസൻ. പഠിപ്പിച്ചു ഇവ എന്നെ ഇതിഹാസം ഭാരതവും, പരമമാം ഭാഗ്യത്താൽ ഞാൻ കുളിരണിഞ്ഞു. 18 പുരാണങ്ങൾ അതിൽ ദേവി കഥ പാടും, പവിത്രമാം ദേവി ഭാഗവതം പ്രസിദ്ധം. ജനമേ ജയരാജനെ കേൾപ്പിച്ചല്ലോ വേദവ്യാസൻ, ജനനി തൻ കഥകളെ ഭക്തിഭാവത്തിൽ. തക്ഷകന്റെ കടിയേറ്റു മരിച്ചതാം താതനായി തർപ്പണമെന്നതുപോലെ ജനമേജയൻ തത്വം ഉൾക്കൊള്ളുന്ന ദേവി ഭാഗവതം വേണ്ട പോലെ തരളിത ഹൃത്തനായി കേട്ടു സാമോദം. 3 ലോകങ്ങളുടെയും മാതാവായ ശക്തിയെയും മുജ്ജന്മ പുണ്യത്താൽ ഭക്ത്യാ പൂജിച്ചു രാജൻ. 3 ദിവസങ്ങളിലായി വേദവ്യാസ മുഖദാവിൽ നിന്നു കേട്ടു ജനമേജയൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. സർവത്ര
ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ. ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീജഗദംബികായൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ശ്രീമദ് ദേവി ഭാഗവത ജ്ഞാനയജ്ഞം ഇന്നലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ആരംഭിച്ചു. അമ്പാടിക്കണ്ണൻ്റെ കാരുണ്യം കൊണ്ട് നമ്മൾ വരും ദിവസങ്ങളിൽ ഈ അമ്മയുടെ അപദാനങ്ങളെ അനുസ്മരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ആദ്യം 20 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കേട്ടു നിങ്ങൾ. അതിനുശേഷം ആ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ അർത്ഥം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്നലെ മുതൽ ഈയുള്ളവനെ കൊണ്ട് വാണീ ഭഗവതിയായ ആ ജഗദംബിക എഴുതിപ്പിച്ച നതോന്നതാവൃത്തത്തിലുള്ള ആ വരികൾ, അത് 84 വരികളിലൂടെ 20 ശ്ലോകങ്ങളുടെ അർത്ഥം ഭക്തജനങ്ങൾക്ക് മനസ്സിലാവാവുന്ന വിധത്തിൽ എഴുതാനുള്ള ഒരു ശ്രമമാണ് ഈയുള്ളവൻ നടത്തുന്നത്. എല്ലാ ദിവസവും ഇതുപോലെ എഴുതി സമർപ്പിക്കണമെന്ന് കരുതുന്നു. എന്താണോ ഈശ്വര നിശ്ചയം അതുപോലെ ആവട്ടെ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള ദേവി ഭാഗവത മാഹാത്മ്യമായിട്ടാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 അധ്യായങ്ങളിലൂടെ ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കുന്നു. ആദ്യത്തെ അധ്യായത്തിൽ 50 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ 20 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിച്ചത്. സാമാന്യേന 20 ശ്ലോകങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭഗവതി എങ്ങനെയാണോ അനുവദിക്കുന്നത്, അനുഗ്രഹിക്കുന്നത് അതുപോലെ ആവട്ടെ എന്ന് മാത്രം കരുതുന്നു. പിന്നെ ദേവി ഭാഗവത പുസ്തകം അത് ദേവസ്വം ബുക്ക് സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ മഠം അതിൻ്റെ ബുക്ക് സ്റ്റാളുകളിൽ, അതുമല്ലെങ്കിൽ പാലക്കാട് ശിവാനന്ദാശ്രമത്തിലൊക്കെ ഇത് ലഭിക്കും എന്നാണ് എൻ്റെ ആദ്യ അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് അതൊക്കെ അവിടുന്ന് വാങ്ങാം എന്നുകൂടി അറിയിക്കുന്നു. ദേവി ഭാഗവതം മൂല പാരായണവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമ്മൾ തുടർ ദിവസങ്ങളിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. ഈ ദേവി ഭാഗവത ഗ്രന്ഥം എൻ്റെ കയ്യിലില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് പറയട്ടെ. ദേവി ഭാഗവത മാഹാത്മ്യത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം ഭാഗവതത്തിൽ ശ്രീശുക ബ്രഹ്മർഷിയുടെ ആ വളരെ വിശേഷമായിട്ടുള്ള ശ്രീശുക സാരസ്വതത്തിലെ ഭൂതൈർമഹദ്ഭിർയ ഇമാപുരോ വിഭുർ നിർമായശേതയെ ദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ എന്ന ആ ശ്ലോകത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഈ ശ്ലോകം. സൃഷ്ടൗ യാ സർഗരൂപ ജഗദവനവിധൗ പാലിനി യാച രൗദ്രി സംഹാരേ ചാപിയസ്യ ജഗദിദമഖിലം ക്രീഡനം യാ പരാഖ്യ പശ്യന്തി മധ്യമാധോ തദനു ഭഗവതി വൈഖരി വർണ്ണരൂപ സാസ്മദ്വാചം പ്രസന്ന വിധിഹരിഗിരിശാരാധിതോലങ്കരോതു എന്നാണ് ഈ ശ്ലോകം. അപ്പോൾ ആരാണോ സർഗരൂപത്തിൽ ജഗൽ സൃഷ്ടി ചെയ്യുമ്പോൾ സൃഷ്ടികർത്തൃയായും അതിനെ പരിപാലിക്കുമ്പോൾ സംരക്ഷണകർത്തൃയായും
സംഹരിക്കുന്ന സമയത്ത് സംഹാരകർത്തൃയായും ജഗതിതമഖിലം, ഈ ലോകത്തെ മുഴുവൻ ക്രീഡനം, ഏതുപോലെ ഈ ജഗത്തിനെ മുഴുവൻ തൻ്റെ കളിക്കോപ്പാക്കിയിരിക്കുന്നത് യാ, അങ്ങനെയുള്ള ഭഗവതി പരാഖ്യ പശ്യന്തി മധ്യമാധോ തദനു ഭഗവതി വൈഖരി വർണ്ണരൂപ. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ നാമങ്ങളോടുകൂടി ശബ്ദസ്വരൂപിണിയായി വിളങ്ങുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നും ശബ്ദം പുറത്തു വരുന്ന ഓരോ ഘട്ടങ്ങളിൽ ആ ശബ്ദത്തെ ഇങ്ങനെയാണ് പറയുക, പുറത്തേക്ക് വരുമ്പോഴാണത് വൈഖരിയായിട്ട് മാറുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ശബ്ദസ്വരൂപിണിയായി വിളങ്ങുന്നത് ആരെയാണോ ഹരി, വിധി ഹരി ഗിരിശാരാധിത, ഹരി, ഹരൻ, വിരിഞ്ചൻ, വിഷ്ണു, മഹാദേവൻ, ബ്രഹ്മാവ് എന്നിവർ പോലും വന്ദിക്കുന്നത്. അങ്ങനെയുള്ള പരാശക്തിയായ ആ ദേവി സാസ്മദ്വാചം പ്രസന്ന അലങ്കരോതു, വളരെ സന്തോഷവതിയായിട്ട് പ്രസന്നയായി നമ്മുടെ വാക്കുകളെ അലങ്കരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ദേവി ഭാഗവത മാഹാത്മ്യം അതിൻ്റെ ആദ്യത്തെ ശ്ലോകം. പിന്നീട് എല്ലാ പുരാണങ്ങളിലുമുള്ളതുപോലെ വളരെ സുപരിചിതമായൊരു ശ്ലോകം, നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. ഭഗവാൻ നാരായണനെയും നരോത്തമനായ അർജുനനെയും സരസ്വതീ ദേവിയെയും മഹാഭാഗനായ വ്യാസനെയും നമസ്കരിച്ചിട്ട്, എന്നിട്ടോ തതോ ജയമുദീരയേൽ, അതിനുശേഷം ഈ ജയത്തെ ഞാൻ ഉദ്ഘോഷിക്കുന്നു. ജയം എന്ന് പറയുന്നത് ഈ ദേവീ ഭാഗവതം. ഭാഗവതത്തിലും ഇതേ ശ്ലോകം തന്നെ കാണാം. അവിടെ ഭാഗവതമാണ് ജയം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ പ്രസിദ്ധമായ പുരാണം നമുക്ക് പാരായണം ചെയ്യാം, ഉദ്ഘോഷിക്കാം. പിന്നീട് നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഋഷീശ്വരന്മാർ സൂതപൗരാണികന്റെ അടുത്ത് ചോദിക്കുന്ന ആ ചോദ്യം ഭാഗവതത്തിലും ഇതര പുരാണങ്ങളിലും കാണുന്നത് പോലെ ഋഷയ ഊചു, ഋഷികൾ ചോദിച്ചു. എന്താ ചോദിച്ചത്? സൂത ജീവസമാ ബഹ്വിര്യസ്ത്വം ശ്രാവയസീഹ നാ കഥാ മനോഹരാ പുണ്യ വ്യാസശിഷ്യ മഹാമതേ. സൂത, മഹാമതേ, അതീവ ബുദ്ധിമാനായ അങ്ങ് വ്യാസശിഷ്യ, വ്യാസന്റെ ശിഷ്യനാണ്. അപ്പോൾ കേൾക്കുന്നവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുമാറ് അനേകം പുരാണ കഥകൾ പറയാൻ തക്കവണ്ണം അങ്ങ് ആയുസ്സുള്ളവനായിട്ടിരിക്കട്ടെ എന്ന് ആദ്യം അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, സർവപാപഹരം പുണ്യം വിഷ്ണോശ്ചരിതമത്ഭുതം അവതാര കഥോപേതം അസ്മാഭിർ ഭക്തിത ശ്രുതം. ഭക്തിയോടുകൂടി ഞങ്ങൾ കേട്ടു. ശ്രുതം എന്ത്? സർവപാപഹരം പുണ്യം, എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നതും പുണ്യം നൽകുന്നതുമായ ആ വിഷ്ണുവിൻ്റെ അത്ഭുതകരമായ ചരിത്രത്തെ. അതെങ്ങനെ കേട്ടു ഞങ്ങൾ? അവതാര കഥകളോടുകൂടി കേട്ടു. പിന്നെയോ ശിവസ്യ ചരിതം ദിവ്യം, ദിവ്യമായ ശിവന്റെ ചരിത്രം. ഭസ്മരുദ്രാക്ഷയോസ്തഥ, ഭസ്മത്തിൻ്റെ ചരിത്രം, അതേപോലെ രുദ്രാക്ഷത്തിൻ്റെ കഥ. ഇങ്ങനെ അവയുടെ ഇതിഹാസത്തോടും അതിൻ്റെ ആ മാഹാത്മ്യത്തെയും ശ്രുതം തവ മുഖാംബുജൽ, അങ്ങയുടെ മുഖാരവിദ്യത്തിൽ നിന്ന് കേട്ടു. അധുനാ ശ്രോതുമിച്ഛാമ, ഇനി എന്താ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പാവനാൻ പാവനം പരം, പാവനമായതിൽ പാവനമായത്, പരിശുദ്ധമായതിൽ ഏറ്റവും പരിശുദ്ധമായതും, നൃണാം അനായാസേന സർവശ, മനുഷ്യർക്ക് അനായാസേന എല്ലാ തരത്തിലുള്ള ഭക്തിയെയും മുക്തിയെയും നൽകുന്നത് എന്താണോ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. തത്വം ബ്രൂഹി മഹാഭാഗ യേന സിദ്ധ്യന്തി മാനവ കലാവപി വരം ത്വത്തോ ന വിദ്മ സംശയക്ഷിതം. ഹേ മഹാഭാഗ, ഭാഗ്യവാനായിരിക്കുന്ന സൂത, കലാവപി, കലിയുഗത്തിൽ പോലും മനുഷ്യർക്ക് സിദ്ധിയെ നൽകുന്ന, സിദ്ധിതമായിരിക്കുന്ന ആ പുരാണകഥ ഞങ്ങളോട് പറയൂ. അങ്ങ്
ത്വത്തോന വിദ്മ സംശയക്ഷിതം, സംശയം തീർക്കാൻ അങ്ങേപ്പോലൊരാളെ ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നു. സൂതൻ ഇതിന് മറുപടിയായി 4 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. സാധുപൃഷ്ടം മഹാഭാഗ ലോകാനാം ഹിതകാമ്യയ സർവശാസ്ത്രസ്യ യൽസാരം തദ്വോ വക്ഷ്യാമ്യശേഷത. അല്ലയോ ഋഷീശ്വരന്മാരെ, നിങ്ങളുടെ ചോദ്യം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി. കാരണം ലോകാനാം ഹിതകാമ്യ, ലോകത്തിന് ഹിതമുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി ചോദിച്ചത് നന്നായി. അതുകൊണ്ട് സർവശാസ്ത്രസ്യ യൽസാരം, എല്ലാ ശാസ്ത്രങ്ങളുടെയും സാരമായതെന്തോ അത് അശേഷം ബാക്കി വയ്ക്കാതെ വിശദമായി അശേഷത വക്ഷ്യാമി, ഞാൻ ഒന്നും ചുരുക്കാതെ വളരെ വിശദമായിട്ട് പറയാം. താവൽ ഗർജന്തി തീർത്ഥാനി പുരാണാനി വ്രതാനി ച യാവന്ന ശ്രൂയത്തെ സമ്യക് ദേവീ ഭാഗവതം നരേ. ഇനി ദേവീ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുകയാണ്. ദേവീ ഭാഗവതം മനുഷ്യർ കേൾക്കാതിരിക്കുന്ന കാലം വരെ, അപ്പോഴേ എല്ലാത്തിലും ഉത്തമം തീർത്ഥങ്ങളും പുരാണങ്ങളും വ്രതങ്ങളും ആണ് എന്ന് ആളുകൾ പറയുള്ളൂ. ദേവീ ഭാഗവതം കേട്ടാലോ പിന്നെ ദേവീ ഭാഗവതം തന്നെയാണ് ഉത്തമം എന്ന് തോന്നും. താവൽ പാപാടവീനൃണാം ക്ലേശാദാദഭ്രകണ്ഡക യാവന്ന പരശുപ്രാപ്തോ ദേവീ ഭാഗവതാഭിധ. ദേവീ ഭാഗവതം എന്ന അഭിധാനത്തോടു കൂടിയ പരശു എപ്പോഴാണോ ലഭിക്കാതിരിക്കുന്നത് വരെ, യാവന്ന പരശു, അതുവരെ മാത്രമേ പാപക്കൊടുങ്കാട്ടിലെ കൂർത്ത മുള്ളുകൾക്ക്, ക്ലേശദാദഭ്രകണ്ഡക, കണ്ടകം, ഈ മുള്ളുകൾ മനുഷ്യർക്ക് ക്ലേശകരമായിട്ട് തീരുള്ളൂ. കാരണം ദേവീ ഭാഗവതമാകുന്ന മഴുകയിൽ വന്നാൽ ഇതിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ സാധിക്കും. താവത് ക്ലേശാവഹം നൃണാം ഉപസർഗമഹാതമ യാവൻ നൈവോദയം പ്രാപ്തോ ദേവീ ഭാഗവതോഷ്ണഗു. ഉഷ്ണഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ. ദേവീ ഭാഗവതമാകുന്ന സൂര്യൻ ഉദിക്കാതിരിക്കുന്ന കാലം വരെ മാത്രമേ ദുർനിമിത്തങ്ങളാകുന്ന അന്ധകാരം ഉണ്ടാവുള്ളൂ. അല്ലേ? എപ്പോഴാ സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ധകാരില്ല, ഇരുട്ടില്ല. അതേപോലെ ദേവീ ഭാഗവതം കയ്യിൽ വരുന്നതോടുകൂടി ദുർനിമിത്തങ്ങളുടെ അന്ധകാരം, ഇരുട്ട് ഇല്ലാതെയായിട്ട് തീർന്നു. അപ്പൊ ഋഷികളെ വീണ്ടും ചോദിച്ചു, സൂത മഹാഭാഗ വദനോ വദതാം വരാ കീദൃശം തത് പുരാണം ഹി വിധിശ്രവണേ ച കാ. ഹേ മഹാഭാഗനായിരിക്കുന്ന, മഹാഭാഗ്യവാനായിരിക്കുന്ന സൂത, അങ്ങ് കഥാവക്താക്കളിൽ, ഇത് പറഞ്ഞു തരുന്ന ആളുകളിൽ ഏറ്റവും ഉത്തമനാണ്, ശ്രേഷ്ഠനാണ്. അപ്പൊ ഈ പുരാണം എങ്ങനെയുള്ളതാണ്? കീദൃശം തത് പുരാണം ഹി, അതേപോലെ വിധിശ്രവണേ ചക, അതെങ്ങനെയാണ് കേൾക്കേണ്ടത്, അത് കേൾക്കാനുള്ള വിധി എന്താണ് എന്നുകൂടി പറയൂ. കതിഭിർ വാസരൈരേത ശ്രോതവ്യം കിംച പൂജനം കൈർമാനവൈ ശ്രുതം പൂർവം കാൻ കാമാന വാപ്നുയു. 4 ചോദ്യങ്ങളാണ്. എത്ര ദിവസം കൊണ്ടാണ് ഈ കഥ കേൾക്കേണ്ടത്? ആരെയൊക്കെയാണ് പൂജിക്കേണ്ടത്? മുമ്പ് ആരൊക്കെ ഈ കഥ കേട്ടിട്ടുണ്ട്? കൈർമാനവൈ ശ്രുതം പൂർവം, അതേപോലെ കാൻ കാമാന വാപ്നുയു. എന്തൊക്കെ അഭിലാഷങ്ങളാണ് ഈ ദേവി ഭാഗവതം കേട്ടത് കൊണ്ട് മനുഷ്യന് കിട്ടിയിട്ടുള്ളത്? സൂതൻ അതിന് മറുപടി പറയുകയാണ്. അപ്പോൾ പറഞ്ഞു, ആദ്യം തന്നെ വേദവ്യാസന്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു. വിഷ്ണോരംശോ മുനിർജാത സത്യവത്യാം പരാശരാൽ, സത്യവതിയുടെയും പരാശരന്റെയും പുത്രഭാവത്തിൽ വിഷ്ണുവിൻ്റെ അംശമായി വേദവ്യാസൻ ജനിച്ചു. അപ്പോൾ ദാശകന്യക, സത്യവതി എന്ന ദാശകന്യകയിലാണ് വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പാരാശര്യൻ അല്ലെങ്കിൽ വേദവ്യാസൻ, കൃഷ്ണദ്വൈപായനൻ ജനിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? വിഭജ്യ വേദാംശ്ചതുര ശിഷ്യാൻ അധ്യാപയത് പുരാ. വേദങ്ങളെ 4ആക്കിയിട്ട് അതിനെ 4 പേർക്ക്, ശിഷ്യന്മാർക്കായിട്ട് ഉപദേശിച്ചു. വ്രാത്യാനാം ദ്വിജബന്ധൂനാം വേദേഷു അനധികാരിണാം സ്ത്രീണാം ദുർമേധസാം നൃണാം ധർമ്മജ്ഞാനം കഥം ഭവേൽ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ധർമ്മം എങ്ങനെ ഉണ്ടാവും, ധർമ്മബോധം എങ്ങനെ ഉണ്ടാവും? ആർക്ക്? ഉപനയനാദി സംസ്കാരമില്ലാത്ത ആളുകൾ,
ബ്രാഹ്മണാധമന്മാർ, വേദാധ്യയനത്തിന് അധികാരമില്ലാത്ത ആളുകൾ, സ്ത്രീകൾ, ശൂദ്രന്മാർ, ദുർബുദ്ധികളായിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ധർമ്മബോധം എങ്ങനെയുണ്ടാവും? അതാണ് ആലോചിച്ചത്. ആര്? വിചാര്യേ തത്വമനസാ ഭഗവാൻ ബാദരായണൻ വ്യാസൻ. അപ്പം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് വേദവ്യാസൻ പുരാണ സംഹിതാം ദധ്യൗ തേഷാം ധർമ്മവിധിൽസയാ പുരാണ സംഹിതാം ദധ്യൗ. അവർക്ക് ധർമ്മബോധമുണ്ടാവാൻ പുരാണ സംഹിതകളെ രചിച്ചു, അവർക്ക് നൽകി. അഷ്ടാദശ പുരാണാനി സകൃത്വാ ഭഗവാനായ മുനി വേദവ്യാസൻ അഷ്ടാദശ പുരാണാനി കൃത്വ 18 പുരാണങ്ങൾ നിർമ്മിച്ചു. മാമേവ അധ്യാപയാമാസ ഭാരതാഖ്യാനമേവച. എന്നെ ഈ 18 പുരാണങ്ങൾ പഠിപ്പിച്ചു. അതേപോലെ ഇതിഹാസമാകുന്ന ഭാരതവും എന്നെ പഠിപ്പിച്ചു, എന്നെ അധ്യയനം ചെയ്യിച്ചു എന്ന് പറയുകയാണ്. ഇപ്പൊ ഭാഗവതത്തിൽ ശ്രീശുകനെ പഠിപ്പിച്ചു, ശ്രീശുകനിൽ നിന്ന് സൂതൻ കേട്ടു എന്നാണ്. ഇവിടെ സൂതൻ തന്നെ പറയാണ് എന്നെ പഠിപ്പിച്ചു. ദേവീ ഭാഗവതം തത്ര പുരാണം ഭോഗമോക്ഷദം. ഈ ദേവീ ഭാഗവതം എന്ന പുരാണം ഉണ്ടല്ലോ, അതില് ഈ 18 പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിൽ ദേവീ ഭാഗവതം ഭോഗമോക്ഷദം, ഭോഗത്തെയും മോക്ഷത്തെയും നൽകുന്നതാണ്, ഭക്തിയെയും മുക്തിയെയും നൽകുന്നതാണ്. അപ്പോ ഭുക്തിയെയും ഭക്തിയെയും നൽകുന്നതാണ് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ദേവീ ഭാഗവതം എന്ന പുരാണം സ്വയം തു ശ്രാവയാമാസ, അവനവൻ തന്നെ കേൾപ്പിച്ചു. ആരെ? ജനമേജയ ഭൂപതി, ജനമേജയൻ എന്ന രാജാവിനെ. ആരാ ജനമേജയൻ? പരീക്ഷത്തിൻ്റെ മകൻ. പൂർവം യസ്യ പിതാരാജ പരീക്ഷിത് തക്ഷകാഹിന, തക്ഷകനാകുന്ന അഹിയാൽ തൻ്റെ അച്ഛൻ മരിച്ചുപോയി തക്ഷകദംശനം കൊണ്ട്. ആ പിതാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജനമേജയൻ രാജ്ഞാ ഭാഗവതം ശ്രുതം, ആ രാജാവ് ഭാഗവതം, ഈ ദേവീ ഭാഗവതം കേട്ടത്. നവഭിർ ദിവസൈ ശ്രീമദ് വേദവ്യാസമുഖാംബുജാൽ ത്രൈലോക്യമാതരം ദേവീം പൂജയിത്വാ വിധാനത. ത്രൈലോക്യമാതരം ദേവീം വിധാനത പൂജയിത്വ. ഈ ലോകത്തിൻ്റെ 3 ലോകങ്ങളുടെയും മാതാവായ ദേവിയെ വിധിപ്രകാരം പൂജിച്ചിട്ട് 9 ദിവസം കൊണ്ട്, നവഭിർ ദിവസൈ ശ്രീമദ് വേദവ്യാസമുഖാംബുജാത്, വേദവ്യാസന്റെ മുഖാരവിന്ദത്തിൽ നിന്നും ഈ ജനമേജയൻ ഈ ഭാഗവതം നേരിട്ട് കേട്ടു എന്ന് പറയുന്നു. അങ്ങനെ 20ാമത്തെ ശ്ലോകവും നമ്മൾ അനുസ്മരിച്ചു. 21ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി ദീപാരാധന സമർപ്പണ ശ്ലോകങ്ങൾ. അമ്മേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ.
മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.